ശ്രീ അനിലക്കര, അടുത്ത ഡെവലപ്മെന്റ് കൂടി വന്നിരിക്കുകയാണല്ലോ കരുവന്നൂർ കേസിൽ. അത് കരുവന്നൂരും കടന്ന് തൃശൂർ ജില്ലയാകെ വ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഈ CPM-ന്റെ സ്വത്തുക്കളിലേക്ക് അന്വേഷണം വരികയാണ്. താങ്കൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ അന്വേഷണം വഴി? അല്ല, ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യത്തെ ഘട്ടത്തിലെ കുറ്റപത്രം, ആ കുറ്റപത്രം കഴിഞ്ഞതിന് ശേഷം ഇഴഞ്ഞു നീങ്ങുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ കരുവന്നൂരുമായി മാത്രമുള്ള ഒരു അന്വേഷണമല്ല നടക്കുന്നത്, എല്ലാം കൂടി പരത്തിയുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. അത് സ്വാഭാവികമായ ആ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ മഞ്ജുഷിന് അറിയാം, നമ്മൾ കുറെ ചർച്ച നടത്തിയതാണ്. ഇതിന്റെ ED അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഡെവലപ്മെന്റ് ആണല്ലോ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് കഴിഞ്ഞ ആഗസ്റ്റ് 22-നാണ് AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടി അറ്റാച്ച് ചെയ്തു. അത് പിന്നെ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി അത് ശരിവെച്ചു. പക്ഷെ AC മൊയ്തീനെ പ്രതിയാക്കിയില്ല. അത് ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് കേന്ദ്ര ബിന്ദുവായ AC മൊയ്തീനെ പ്രതിയാക്കാത്തത്? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ആ അറസ്റ്റിന് പകരം ഇത് CPM-ന്റെ സ്വത്തുക്കളിലേക്ക് അന്വേഷണം കാരണം അത് വേറൊരു കോണ്ടസ്റ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനിത് അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. ഇത് ഇപ്പോൾ ഉണ്ടായ സംഭവവികാസം എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിഷയം മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാർച്ച് 16-ന് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഏപ്രിൽ 2-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ഇങ്ങനെ സമ്പാദിച്ച തുകയിൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ പുതുതായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഒരു അന്വേഷണവും ഒരു സ്ഥലത്തും എത്താത്ത രീതിയിൽ, ഒരു പക്ഷേ പ്രതികൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ പോലും പോവുകയാണോ എന്ന സംശയം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. അതിന്റെ ഒരു അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? AC മൊയ്തീന്റെ കാര്യം താങ്കൾ പറഞ്ഞു. പക്ഷെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് ബിജുവിനെ ചോദ്യം ചെയ്തില്ല എന്നുള്ള ഒരു സംശയം ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ബിജുവിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. തുടർച്ചയായ 2-ാം ദിവസവും ബിജുവിനെ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. MK വർഗീസിനെയും വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാര്യങ്ങൾ ആ രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാലല്ലേ കരുവന്നൂരിലെ മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീക്കുവാൻ EDക്ക് സാധിക്കുകയുള്ളൂ. അതിനിടെ ഈ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. അല്ല, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. തൃശ്ശൂരിലെ CPM-ന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒരു കേസ് അന്വേഷണം, ഇപ്പം MK കണ്ണനുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കാം. MK കണ്ണനുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടല്ല. കരുവന്നൂർ ബാങ്കിനോട് കണക്ട് ചെയ്ത് വരുമ്പോൾ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കും കൊടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ കരുവന്നൂരിലെ ACR-മായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കഴിയില്ല. അത് കടന്ന് പെരിങ്ങണ്ടൂരിലേക്ക് പോകുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പൊ PK ബിജുവിന്റെ കേസിൽ ഞാനാണല്ലോ ആദ്യം ഈ വിഷയം പറഞ്ഞത് PK ബിജു ആണ് എന്ന് കൃത്യമായി പറഞ്ഞ ആൾ ഞാനാണ്. എനിക്ക് PK ബിജു വക്കീലിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തി പറഞ്ഞു ഇത് PK ബിജു ആണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് 1-ാം പ്രതിസ്ഥാനത്ത് വരേണ്ട ഏറ്റവും ആദ്യത്തെ സെർച്ച് നടത്തുകയും റെയ്ഡ് നടത്തുകയും അത് 98 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത സ്വത്താണെന്ന് അറിഞ്ഞ് മരവിപ്പിക്കുകയും EDയുടെ തന്നെ ഹയർ അതോറിറ്റിയായ ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റഡ് അതോറിറ്റി അത് ശരിവെക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് AC മൊയ്തീനെ പ്രതിയാക്കാത്തത് എന്ന ചോദ്യത്തിന് EDക്കും ഉത്തരമില്ല, ആർക്കും ഉത്തരമില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ സ്വത്തിന്റെ കാര്യം ED പുറത്തുവിടുന്നുണ്ടല്ലോ. അത് താങ്കൾക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ അല്ലേ? അതിൽ സംശയമില്ലല്ലോ അല്ലേ? അല്ല, അതിനകത്തൊന്നും ഒരു തർക്കമുള്ള കാര്യമില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് രാവിലെ 7 മണിക്കാണ് പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ മെയിൽ വരുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഈ 16-ന് ശേഷം, മാർച്ച് 16-ന് ശേഷം പിന്നെ ഏപ്രിൽ ഇലക്ഷന് ഡിക്ലെയർ ചെയ്തതിനു ശേഷം കോഡ് ഓഫ് കോണ്ടാക്ട് വന്നതിന് ശേഷമാണ് ചില അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത്. ആ പണം പിൻവലിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? കരുവന്നൂർ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ 25 സംഘങ്ങളിൽ ഇവർക്ക് രഹസ്യ അക്കൗണ്ടുകളുണ്ട്. അത് ആ ബാങ്കുകളിൽ ലോൺ കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ തുകയാണ്. ആ കമ്മീഷൻ തുക പിന്നീട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ നാഷണലൈസ്ഡ് ബാങ്കിലെ അക്കൗണ്ടുകളിലേക്ക് വരികയാണ്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്ന് പണം പിൻവലിച്ച ഒരു വിഷയം നിൽക്കുന്നതാണ് ഞാൻ കൊടുത്ത പരാതി. അപ്പൊ ഇന്ന് എന്നോട് കൂടുതലായ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇത് വളരെ വലിയ വിപുലമായ ക്രൈമാണ്. ഇതിനകത്ത് PMLA ആക്ടിന്റെ പരിധിയിൽ കവിഞ്ഞ് ഇതിനകത്ത് കോൺസ്പിറൻസി ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട്, ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒരു EDയുടെ അന്വേഷണത്തിനകത്ത് നിൽക്കുന്ന ഒരു കേസ് മാത്രമല്ല. അത് ഞാൻ തുടക്കത്തിൽ പറയാറുണ്ട്, CBI വേണമെന്ന്. ഞാനിപ്പോ ഹൈറിച്ചിന്റെ കേസ്, ഇന്നിപ്പോ ഹൈറിച്ചിന്റെ കേസ് CBI എടുത്ത ഇത് നമ്മുടെ മുന്നിലുണ്ടല്ലോ, എന്റെ പെറ്റീഷനാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ തൃശൂർ ജില്ലയിലെ CPM നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ. എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കുവാൻ തന്നെയാണ് താങ്കൾ ഇറങ്ങിയിരിക്കുന്നത് CPM-ന്റെ. അല്ല, ഞാനത് കൃത്യമായി ഞാൻ ലൈഫ് മിഷൻ കേസിൽ വളരെ സത്യസന്ധമായി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിലപാടെടുത്ത് തന്നെ ഈ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഏജന്റ് എന്നും പിന്നെ വീട് മുടക്കിയെന്നും CPM BJP-യും ചേർത്ത് ഞാൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടും എന്നെ പരാജയപ്പെടുത്തിയത്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ ജില്ലയിൽ പൊതുമുതൽ കട്ടുമുടിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പൊസിഷനും എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഒരു പാർലമെന്ററി പൊസിഷനും എനിക്ക് ആവശ്യമില്ല. ഞാനിത് ഫിനിഷ് ചെയ്തേ അടങ്ങുമെന്ന് തീരുമാനമെടുത്തിറങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിനകത്ത് തർക്കം, ഒരു കോംപ്രമൈസ് ഈ കാര്യത്തിലില്ല. അനിൽ, ഒരു കാര്യം കൂടി, ഈ സ്വത്തിന്റെ കാര്യത്തിൽ MM വർഗീസ് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, കൃത്യമായിട്ട് ഇതിന്റെ എല്ലാം രേഖകൾ ഉണ്ടെന്നാണ്. എന്താണ് താങ്കൾക്ക് അതിനകത്ത് ബോധ്യമുള്ള കാര്യം? ED മുഴുവൻ വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ലല്ലോ. ആകെ ഈ 101 സ്വത്തുക്കളുണ്ട്. അതിൽ ഒരു സ്വത്തിന്റെ വിവരം മാത്രമേ ആദായ നികുതി വകുപ്പിന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ 7 എണ്ണം വിറ്റു. ഇതാണല്ലോ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം. എന്താണ്? താങ്കളാണോ വിവരങ്ങൾ നൽകിയത്? അല്ലല്ല, അത് ഈ 101 സ്വത്തുക്കളുടെ കാര്യത്തിൽ എനിക്ക് EDയുടെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം പ്രാദേശിക, എന്റെ നാട്ടിലുള്ള ആടാട്ട് CPM ലോക്കൽ കമ്മിറ്റി അത് കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നല്ല, അവിടുത്തെ നാട്ടിലെ സഖാക്കൾ പിരിച്ചെടുത്തുണ്ടാക്കിയതാണ്. അങ്ങനെ തൃശൂർ ജില്ലയിലെ നിരവധിയായ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ, രക്തസാക്ഷികളുടെ ഓർമ്മയുള്ള പാർട്ടി ഓഫീസുകളൊക്കെ കരുവന്നൂരിലെ പണവുമായി കണക്ട് ചെയ്തിട്ടാണ്. വിവരങ്ങൾ കൈമാറാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതിനകത്തില്ലേ, ഈ ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്തത് മാത്രം അല്ലേ? അല്ല, അത് ടെക്നിക്കലായ ഒരു വിഷയമാണ്. അത് അവർക്ക് എഴുതി കൊടുത്താൽ തീർക്കാവുന്ന വിഷയം മാത്രമാണ്. എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് CPM 25 ബാങ്ക് അക്കൗണ്ടുകൾ, സഹകരണ ബാങ്കുകളിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് കമ്മീഷൻ അക്കൗണ്ടുകളാണ്. അതിലാണ് എന്റെ ഫോക്കസ് എന്ന് പറയുന്നതും. മാത്രമല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയം ചർച്ച ചെയ്യേണ്ടത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് മാർച്ച് 16 ശേഷം ഏപ്രിൽ മാസത്തിൽ ഇവർ വലിയ തുകകൾ ഈ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കളക്ടറുടെ കത്തുകളുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ തുക പിൻവലിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുമതി വേണമെന്നുള്ളത്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന കാര്യമില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളുടെ വയലേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പകപോക്കലായി മാത്രം കാണാൻ കഴിയില്ല. ശരി.